ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സുവോളജിയിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയ ദ ലിവിങ് വേൾഡ്, ജീവനുള്ള ലോകം നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ടാക്സോണമി എന്ന പോർഷനിലാണ് നമ്മൾ നിർത്തി വെച്ചത്. നമ്മൾ ക്ലാസ് അവസാനിപ്പിച്ച് ടാക്സോണമി എന്ന ടോപ്പിക്കിലാണ് നമ്മൾ ക്ലാസ് അവസാനിപ്പിച്ച് പോയത്. അപ്പോൾ എന്താണ് ടാക്സോണമി? സ്റ്റഡി ഓഫ് പ്രിൻസിപ്പിൾ ആൻഡ് പ്രാക്ടീസ് ഓഫ് ക്ലാസിഫിക്കേഷൻ. നമ്മുടെ ഈ ഓർഗാനിസത്തിന്റെ ക്ലാസിഫിക്കേഷനെ കുറിച്ചുള്ള പ്രാക്ടീസും അവരുടെ പ്രിൻസിപ്പിൾസിനെ കുറിച്ചുള്ള പഠനമാണ് നമ്മുടെ ഈ ടാക്സോണമി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഈ ടാക്സോണമി പഠിച്ചെടുക്കാനായിട്ട് 4 സ്റ്റെപ്സ്, ഈ ടാക്സോണമി എന്ന ഇത് പഠിക്കാനായിട്ട് 4 സ്റ്റെപ്സ്, 4 കാര്യങ്ങൾ നമുക്ക് അറിഞ്ഞിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഏതൊക്കെയാണ്? ഒന്ന്, ഐഡന്റിഫിക്കേഷൻ, നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക, ഓർഗാനിസംസിനെ ഐഡന്റിഫൈ ചെയ്യുക. രണ്ടാമതായിട്ട് നോമിനിക്ലേച്ചർ, അവയ്ക്ക് പേര് നൽകുക. മൂന്നാമതായിട്ട് ക്ലാസിഫിക്കേഷൻ, അവയെ ക്ലാസിഫൈ ചെയ്യുക. നാലാമതായിട്ട് ഡോക്യുമെന്റേഷൻ, അവയൊക്കെ ശേഖരിച്ചു വയ്ക്കുക. അപ്പൊ ഇങ്ങനെ 4 കാര്യങ്ങളാണ് ഒരു ടാക്സോണമി എന്ന് നമുക്ക് പഠിച്ചെടുക്കാനായിട്ട് വേണ്ടത്. അപ്പൊ നമ്മൾ ഈ പഠിച്ചെടുക്കുമ്പോൾ പലതരത്തിലുള്ള ടാക്സോണമിക് ഗ്രൂപ്പ്സിനെ നമുക്ക് അറിയാൻ പറ്റി. പ്ലാന്റ്സിലും അനിമൽസിലും രണ്ടിലും പലതരത്തിലുള്ള ടാക്സോണമിക് ഗ്രൂപ്പ്സിനെ നമുക്ക് അറിയാൻ പറ്റി. അപ്പൊ ഈ ടാക്സോണമിക്കൽ ഗ്രൂപ്പ്സിനെ ഒരു ഡെഫിനിറ്റ് ആയിട്ടുള്ള ഓർഡറിൽ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ അറേഞ്ച്മെന്റ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു. പ്ലാന്റ്സിലെയും അനിമൽസിലെയും ടാക്സോണമിക് ഗ്രൂപ്പ്സിന്റെ അല്ലെങ്കിൽ ടാക്സോണമിക് ഗ്രൂപ്പ്സിന്റെ ഒരു ഡെഫിനിറ്റ് ആയിട്ടുള്ള അറേഞ്ച്മെന്റ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. അത് ഏതൊക്കെയാണ്? സ്പീഷീസ്, ജീനസ്, ഫാമിലി, ഓർഡർ, ക്ലാസ്, ഫൈലം ആൻഡ് കിങ്ഡം. ഇത് ഇപ്പൊ പറഞ്ഞത് ഫൈലം, കിങ്ഡം. ഇപ്പൊ പറഞ്ഞത് അനിമലിന്റെ ടാക്സോണമിക്കൽ ഗ്രൂപ്പിന്റെ ഒരു ഡെഫിനിറ്റ് ആയിട്ടുള്ള ഓർഡർ ആണ്. പ്ലാന്റ്സിലേക്ക് വരുമ്പോൾ എന്താവും? നമ്മുടെ ആ ഫൈലം മാറിയിട്ട് ഡിവിഷൻ ആവും. നമ്മുടെ അനിമൽസിലെ ഫൈലം ആയിരിക്കും, പ്ലാന്റ്സിലേക്ക് വരുമ്പോൾ ഫൈലം മാറിയിട്ട് ഡിവിഷൻ ആവും. അപ്പോൾ നമുക്ക് ഇനി ഡിസ്കസ് ചെയ്യാനുള്ളത് ഈ സ്പീഷീസ്, ജീനസ്, ഫാമിലി, ഓർഡർ, ക്ലാസ്, ഫൈലം ആൻഡ് കിങ്ഡം. ഈ ഇത്രയുമുള്ള ടാക്സോണമിക്കൽ ഗ്രൂപ്പ്സിനെ അല്ലെങ്കിൽ ടാക്സോണമിക്കൽ ഗ്രൂപ്പ്സിനെ കുറിച്ചുള്ള പ്രധാനമായിട്ട് അവയൊന്ന് അടുത്തറിയുക, ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കുക. അതാണ് നമുക്ക് ഇനി ചെയ്യാനുള്ള വർക്ക് എന്ന് പറയുന്നത്. അപ്പൊ ആദ്യം നമുക്ക് സ്പീഷീസിൽ നിന്ന് തുടങ്ങാം. അപ്പൊ സ്പീഷീസ് എന്ന് പറയുന്നത് ലോവസ്റ്റ് ഗ്രൂപ്പാണ്. നമ്മുടെ ഈ ടാക്സോണമിക്കൽ ഗ്രൂപ്പിൽ, നമ്മുടെ ഈ ടാക്സോണമിക് കാറ്റഗറിയിലെ ഏറ്റവും ലോവസ്റ്റ് ഗ്രൂപ്പാണ് നമ്മുടെ ഈ സ്പീഷീസ്. അപ്പൊ നമ്മുടെ ഈ സ്പീഷീസില് ഗ്രൂപ്പ് ഓഫ് ക്ലോസ്ലി റിലേറ്റഡ് ഓർഗാനിസം നമുക്ക് കാണാൻ സാധിക്കും. ഗ്രൂപ്പ് ഓഫ് ക്ലോസ്ലി റിലേറ്റഡ് ഓർഗാനിസം, ഓരോ തരത്തിലുള്ള ഓർഗാനിസത്തിന്റെ ഗ്രൂപ്പിനെയാണ് നമുക്ക് ഇതിൽ കാണാൻ സാധിക്കുക. ഒരേ തരത്തിലുള്ള ഓർഗാനിസംസിനെയാണ് നമുക്ക് ഇതിൽ കാണാൻ സാധിക്കുക. ഒരേ തരത്തിൽ മാത്രമല്ല, അവ തമ്മിൽ ഫെർട്ടിലൈസ് ആവുമ്പോൾ അല്ലെങ്കിൽ അവ തമ്മിൽ റീപ്രൊഡക്ഷൻ നടത്തുമ്പോൾ ഒരു ഫെർട്ടൈൽ ആയിട്ടുള്ള, വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു വാക്കാണ് ഫെർട്ടൈൽ. ആദ്യമായിട്ട് ചിലപ്പോൾ കേൾക്കുമായിരിക്കും. ഒരു ഫെർട്ടൈൽ ആയിട്ടുള്ള ഓഫ്സ്പ്രിങ്സിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിവുണ്ടാവും. അത്തരത്തിലുള്ള ഓർഗാനിസത്തിനെയാണ് നമ്മൾ ഈ സ്പീഷീസ് എന്ന ലോവസ്റ്റ് ടാക്സോണമിക് കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. ഒരേ തരത്തിലുള്ള ഓർഗാനിസംസ് ചേർന്ന് റീപ്രൊഡക്ഷൻ നടത്തുമ്പോൾ ഒരു ഫെർട്ടൈൽ ആയിട്ടുള്ള ഓഫ്സ്പ്രിങ്ങിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കും. ഒരു നെക്സ്റ്റ് ജനറേഷൻ ഇവയ്ക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കും. ആ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓഫ്സ്പ്രിങ് ഫെർട്ടൈൽ ആയിരിക്കും. അവയ്ക്കും അടുത്ത ജനറേഷൻ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവ് ഉണ്ടായിരിക്കണം. ഒരു ഫെർട്ടൈൽ ആയിട്ടുള്ള ഓഫ്സ്പ്രിങ് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്ന ഒരേ തരത്തിലുള്ള ഓർഗാനിസംസിനെയാണ് നമുക്ക് ഈ സ്പീഷീസിൽ കാണാൻ സാധിക്കുക. അപ്പൊ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിന്റെ ഡെഫിനിഷൻ നൽകാം. ഗ്രൂപ്പ് ഓഫ് ക്ലോസ്ലി റിലേറ്റഡ് ഓർഗാനിസം ജനറ്റിക്കലി ഡിസ്റ്റിങ്ക്ട് ആൻഡ് ആർ കാപ്പബിൾ ഓഫ് ഇൻബ്രീഡിംഗ് ടു പ്രൊഡ്യൂസ് ഫെർട്ടൈൽ ഓഫ്സ്പ്രിങ്. ഈ ഫെർട്ടൈൽ എന്ന വാക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഫെർട്ടൈൽ ഓഫ്സ്പ്രിങ്ങിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കും. ഫെർട്ടൈൽ ഓഫ്സ്പ്രിങ് എന്ന് പറഞ്ഞാൽ അവയ്ക്കും അടുത്ത ജനറേഷനെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവ്, അടുത്ത ജനറേഷൻ ഉണ്ടാക്കാനുള്ള കഴിവ് ആ ഓഫ്സ്പ്രിങ്ങിനും ആ കുട്ടികൾക്ക് ഉണ്ടാവും. അത്തരത്തിലുള്ള ഓർഗാനിസംസിനെയാണ് നമ്മുടെ ഈ സ്പീഷീസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഡൗട്ട് ചോദിക്കാം, ഒരേ തരത്തിലുള്ള ഓർഗാനിസംസ് ചേർന്നാലും ഒരേ തരത്തിലല്ലാത്ത ഓർഗാനിസംസ് ചേർന്നാലും കുട്ടികൾ ഉണ്ടാവാലോ, ഓഫ്സ്പ്രിങ്സ് ഉണ്ടാവാലോ. അപ്പൊ അത്തരത്തിലുള്ള ഓഫ്സ്പ്രിങ്സിന്റെ വ്യത്യാസമാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. അപ്പൊ നമ്മൾ എല്ലാവരും ചുറ്റുപാടൊക്കെ കണ്ടിട്ടുണ്ടാവും. നമ്മൾ ഈ ചരക്കൊക്കെ കൊണ്ടുപോകാനായിട്ട് നമ്മൾ ഒരാളെ ഉപയോഗിക്കും. ആ ആളെ പേര് പറയുന്ന മുമ്പ് അയാൾ എങ്ങനെ ഉണ്ടായെന്ന് പറയാം. നമ്മൾ ഈ ഡോങ്കിയും ഹോഴ്സും ചേർന്ന് ആരാ ഉണ്ടാവുക? മ്യൂൾ എന്ന് പറയും. മ്യൂൾ എന്ന് വെച്ചാൽ കോവർ കഴുത. ഈ ഡോങ്കിയും ഹോഴ്സും ചേർന്ന് ഇതില് നോക്കാനുള്ളത് രണ്ടും ഡിസിമിലർ ആയിട്ടുള്ള സ്പീഷീസ് ആണ്. ഡോങ്കി വേറെ സ്പീഷീസ് ആണ്, ഹോഴ്സ് വേറെ സ്പീഷീസ് ആണ്. അപ്പൊ ഡിസിമിലർ ആയിട്ടുള്ള സ്പീഷീസ് ചേർന്നാലും ഓർഗാനിസം ചേർന്നാലും ഓഫ്സ്പ്രിങ് ഉണ്ടാവും. പക്ഷെ ഈ മ്യൂൾ എന്തല്ല? ഫെർട്ടൈൽ അല്ല. നമ്മുടെ ഈ മ്യൂള് ഫെർട്ടൈൽ അല്ല. അതുകൊണ്ട് നമുക്ക് ഈ ഇത്തരത്തിലുള്ള ഓർഗാനിസംസിനെ നമുക്ക് ഈ സ്പീഷീസിൽ ഉൾപ്പെടുത്താൻ സാധിക്കില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞ ഡെഫിനിഷൻ ഒന്നുകൂടെ ഉറച്ചു നിന്നു. ഒരേ തരത്തിലുള്ള ഓർഗാനിസംസ് തമ്മിൽ റീപ്രൊഡക്ഷൻ നടത്തുമ്പോൾ ഒരു ഫെർട്ടൈൽ ആയിട്ടുള്ള ഓഫ്സ്പ്രിങ് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കും.
അത്തരത്തിലുള്ള ഓർഗാനിസംസ് ആണ് നമ്മുടെ ഈ സ്പീഷീസിൽ. അപ്പൊ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പിന്നെ നമുക്ക് ഇനി പറയാനുള്ളത് ഈ സ്പീഷീസിലെ കുറച്ച് സ്പീഷീസ് നെയിമാണ്, കുറച്ച് ഓരോ ഓർഗാനിസംസിന്റെയും സ്പീഷീസ് നെയിമാണ്. ആദ്യം പറയാനുള്ളത് മാംഗിഫെറ ഇൻഡിക്ക, നമ്മുടെ മാമ്പഴം, എല്ലാവർക്കും ഇഷ്ടമുള്ള മാമ്പഴം, മാംഗിഫെറ ഇൻഡിക്ക. അവയുടെ സയന്റിഫിക് നെയിമാണ് മാംഗിഫെറ ഇൻഡിക്ക. ഈ ഇൻഡിക്കയാണ് സ്പീഷീസ്, അവയുടെ ഇൻഡിക്ക എന്നാണ് അവയുടെ സ്പീഷീസ്. പിന്നെ പറയാനുള്ളത് സൊളാനം ട്യൂബറോസം, അവയുടെ സ്പീഷീസ്. സൊളാനം ട്യൂബറോസമിലെ സ്പീഷീസ് ആണ് ട്യൂബറോസം. പിന്നെ ഒറൈസ സറ്റീവ, ഒറൈസ സറ്റീവ റൈസ് ആണ്, റൈസിന്റെ സയന്റിഫിക് നെയിം ആണ്. അതിൽ സറ്റേവയാണ് അവയുടെ സ്പീഷീസ്. പിന്നെ പറയാനുള്ളത് പാന്തർ ലിയോ, നമ്മുടെ ലയന്റെ സ്പീഷീസ് ആണ് ലിയോ. പിന്നെ പറയാനുള്ളത് പാന്തർ പാരഡസ്, പാന്തർ പാരഡസ് എന്ന് പറഞ്ഞാൽ പുള്ളിപ്പുലിയുടെ സ്പീഷീസ് ആണ് പാരഡസ്. പിന്നെ പറയാനുള്ളത് പാന്തർ ടൈഗ്രിസ്, ടൈഗറിന്റെ സ്പീഷീസ് ആണ് ടിഗ്രിസ്. പിന്നെ ഉള്ളത് ഫെലിസ് ഡൊമസ്റ്റിക്സ്, നമ്മുടെ കാറ്റിന്റെ സ്പീഷീസ് ആയ ഡൊമസ്റ്റിക്കസ്. അപ്പൊ കുറെ അധികം സ്പീഷീസ് നെയിം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ NCERT ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് നോക്കി വെക്കാം. അറ്റ്ലീസ്റ്റ് ഒരു 3 ഒന്ന് പഠിച്ചു വെക്കാം. ചിലപ്പോൾ ഇത് തന്നിട്ട് ഈ വേർഡ് തന്നിട്ട് ഇവിടെ സാധാരണയായിട്ട് അറിയപ്പെടുന്ന നമ്മൾ ചുറ്റുപാടൊക്കെ അറിയപ്പെടുന്ന ഓർഗാനിസം ഏതാണ് അല്ലെങ്കിൽ പ്ലാന്റ് ഏതാണ്, ഇവിടെ സയന്റിഫിക് നെയിം തന്നിട്ട് അവ എന്താണെന്ന് ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ ഇതിൽ സ്പീഷീസ് അടയാളപ്പെടുത്താറുണ്ട്. ആദ്യത്തെ വേർഡ് ജീനീസ് ആയിരിക്കും, രണ്ടാമത്തെ വേർഡ് സ്പീഷീസ് ആയിരിക്കും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. അപ്പോൾ ഇത്തരത്തിലുള്ള സ്പീഷീസ് നെയിം ഒക്കെ ഒന്ന് ഓർത്തു വയ്ക്കാം. അപ്പോൾ സ്പീഷീസ് എന്നുള്ളത് നമുക്ക് പഠിക്കാൻ ഇത്രയേ ഉള്ളൂ. ഒരേ തരത്തിലുള്ള ഓർഗാനിസംസ് ചേർന്ന് ഒരു ഫെർട്ടൈൽ ആയിട്ടുള്ള ഓപ്ഷനെ പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കും. അത്തരത്തിലുള്ള ഓർഗാനിസംസിനെയാണ് നമ്മൾ ഈ സ്പീഷീസ് എന്ന ടാക്സോണമിക് കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇനി ഡിസ്കസ് ചെയ്യാനുള്ളത് രണ്ടാമത്തെ ടാക്സോണമിക് കാറ്റഗറിയായ അല്ലെങ്കിൽ ടാക്സോണമിക് ഗ്രൂപ്പായ ജീനസ്. സ്പീഷീസ് കഴിഞ്ഞു, ഇനി ജീനസ് ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ജീനസിന്റെ ഡെഫിനിഷൻ പറയുകയാണെങ്കിൽ വളരെയധികം സിമിലാരിറ്റി ഉള്ള സ്പീഷീസ് ആയ ഓർഗാനിസംസിനെയാണ് നമ്മൾ ഈ ജീനസ് എന്ന ടാക്സോണമിക് കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വളരെയധികം സിമിലാരിറ്റി ഉള്ള സ്പീഷീസിനെയാണ് നമ്മൾ ഈ ജീനസ് എന്ന ടാക്സോണമിക് ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിനൊരു എക്സാമ്പിൾ പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. നമ്മുടെ ഈ പാന്തർ ലിയോ ഞാൻ പറഞ്ഞ ലയൺ, പിന്നെ പാന്തർ ടിഗ്രിസ് നമ്മുടെ പുലി കടുവ, പിന്നെ പാന്തർ പാരഡസ് നമ്മുടെ പുള്ളിപ്പുലി. അപ്പൊ ഇവയുടെ മൂന്നിന്റെയും സ്പീഷീസ് സെയിം ആണ്. അതുകൊണ്ട് തന്നെ ഇവ മൂന്നിലും സ്പീഷീസ് സെയിം ആയതുകൊണ്ട് ഇത്തരത്തിലുള്ള ഓർഗാനിസംസിനെ, സെയിം ആയിട്ടുള്ള സ്പീഷീസിനെ നമ്മൾ ഈ ജീനസ് എന്ന ടാക്സോണമിക് കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവരുടെ ജീനസ് സെയിം ആണ്, പാന്തർ. സ്പീഷീസും ഏകദേശം ഇവ കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ സാധിക്കും. സിംഹത്തെയും കടുവയെയും പുള്ളിപ്പുലിയെയും കണ്ട ഏകദേശം കാണാൻ തന്നെ ഇവര് മൂവരും ഒരുപോലെയാണ്. അപ്പോൾ സ്പീഷീസ് ഒരുപോലെയുള്ള ഓർഗാനിസംസിനെയാണ് നമ്മൾ ഈ ജീനസ് എന്ന ടാക്സോണമിക് കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോ ജീനസ് കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഫാമിലി. അപ്പോൾ ഫാമിലി എന്ന ടാക്സോണമിക് കാറ്റഗറിയിൽ നമുക്ക് നോക്കാതെ തന്നെ അവരുടെ ഡെഫിനിഷൻ പറയാൻ സാധിക്കും. നമ്മൾ സ്പീഷീസ് തുടങ്ങി, സ്പീഷീസ് നേരെ ജീനസിലേക്ക് വന്നു. അപ്പോൾ ജീനസിൽ നമ്മൾ പറഞ്ഞത് ഒരേ തരത്തിലുള്ള സ്പീഷീസ് ഉള്ള ഓർഗാനിസംസ് ആണ് നമ്മൾ ജീനസിൽ കാണാൻ സാധിക്കുക എന്ന് പറഞ്ഞു. അപ്പൊ ഇനി നമ്മൾ ജീനസ് നേരെ ഫാമിലിയിലേക്ക് വന്നു. അപ്പൊ ഫാമിലിയിൽ എന്താണ്, ഒരേ തരത്തിലുള്ള ജീനസ് ഉള്ള ഓർഗാനിസംസിനെയാണ് നമുക്ക് ഈ ഫാമിലി എന്ന ടാക്സോണമിക് കാറ്റഗറിയിൽ കാണാൻ സാധിക്കുക. എന്താണ്, ഒരേ തരത്തിലുള്ള ജീനസ് ഉള്ള ഓർഗാനിസംസിനെയാണ് നമുക്ക് ഈ ഫാമിലി എന്ന ടാക്സോണമിക് കാറ്റഗറിയിൽ കാണാൻ സാധിക്കുക. സിമിലർ ജനീറ, നമ്മുടെ ജീനസിന്റെ പ്ലൂറൽ ഫോം ആണ് ജനീറ. അപ്പോൾ സിമിലർ ജനീറാസ് ആർ ഗ്രൂപ്പ്ഡ് അണ്ടർ ഹയർ ടാക്സോണമിക് കാറ്റഗറി നോൺ ആസ് ഫാമിലി. സിമിലർ ആയിട്ടുള്ള ജനീറ ഉള്ള ഓർഗാനിസംസിനെയാണ് നമുക്ക് ഫാമിലിയിൽ കാണാൻ സാധിക്കുക. എക്സാമ്പിൾ പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. നമ്മുടെ പാന്തർ ലിയോ, പാന്തർ ടൈഗ്രിസ്, പാന്തർ പാരഡസ്, സിംഹം, കടുവ, പുള്ളിപ്പുലി. ഇത് പുതിയ ഒരാള് ഫെലിസ് ഡൊമസ്റ്റിക്കസ്, നമ്മുടെ കാറ്റ്, നമ്മുടെ പൂച്ച, ഫെലിസ് ഡൊമസ്റ്റിക്കസ്. അപ്പൊ ഇവയുടെ മൂന്നിന്റെയും ജീനസ് സെയിം ആണ്. നമ്മുടെ ഈ പാന്തറും ഫെലിസും, ഇതാണ് ജീനസ്, അത് ഓർത്തു വെക്കണം. ഇതാണ് ജീനസ്. ആദ്യം നമ്മൾ എഴുതുന്നതാണ് ജീനസ്. പാന്തർ ഫെലിസ്. അപ്പോ ഈ പാന്തർ പാരഡസിന്റെ പാന്തർ എന്ന ജീനസും ഫെലിസ് ഡൊമസ്റ്റിക് എന്ന പൂച്ചയുടെ ഫെലിസും, ഈ പാന്തറും ഫെലിസും തമ്മിൽ സാമ്യമുണ്ട്. വളരെയധികം സിമിലർ ആണ്. നമ്മുടെ ഈ പാന്തറിന്റെയും ഫെലിസിന്റെയും രണ്ടും ജീനസും ഏകദേശം സാമ്യമുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ 4 എണ്ണത്തിനെയും നമ്മൾ ഫെലിഡേ എന്ന ഫാമിലിയിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഫെലിഡേ
എന്ന ഫാമിലിയിലാണ് നമ്മൾ ഈ 4 കാര്യങ്ങളെയും 4 ഓർഗാനിസംസിനെയും ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ ഒരിക്കൽ കൂടി പറയാം, സെയിം ആയിട്ടുള്ള ജീനസ് ഉള്ള ഓർഗാനിസംസിനെയാണ് നമ്മൾ ഈ ഫാമിലി എന്ന ടാക്സോണമിക് കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സിമിലർ ജനീറസ് ആർ ഗ്രൂപ്ഡ് അണ്ടർ ഹയർ ടാക്സോണമിക് കാറ്റഗറി നോൺ ആസ് ഫാമിലി. ഇനി ഡിസ്കസ് ചെയ്യാനുള്ളത് 4ാമത്തെ ടാക്സോണമിക് കാറ്റഗറി ആയ ഓർഡർ. അപ്പോൾ ഇതിന്റെ ഡെഫിനിഷൻ നമുക്ക് നോക്കാതെ തന്നെ പറയാൻ സാധിക്കും. നമ്മളിപ്പോ ജീനസ്, സ്പീഷീസ്, ഫാമിലി കഴിഞ്ഞ് ഓർഡറിലേക്ക് എത്തി. അപ്പൊ ഈ ഓർഡറിൽ നമുക്ക് കാണാൻ സാധിക്കുക സിമിലർ ആയിട്ടുള്ള ഫാമിലി ഉള്ള ഓർഗാനിസംസിനെയാണ് നമ്മൾ ഈ ഓർഡർ എന്ന ടാക്സോണമിക് കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എന്താണ്? സിമിലർ ആയിട്ടുള്ള ഫാമിലി ഉള്ള ഓർഗാനിസംസിനെയാണ് നമ്മൾ ഈ ഓർഡർ എന്ന ടാക്സോണമിക് കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. It is the taxon that comprises similar and related family. സിമിലർ ആയും റിലേറ്റഡ് ആയിട്ടുള്ള ഫാമിലി ഉള്ള ഓർഗാനിസംസ് ആണ് നമുക്ക് ഈ ഓർഡറിൽ കാണാൻ സാധിക്കുക. എക്സാമ്പിൾ പറഞ്ഞാൽ മനസ്സിലാവും. നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ഫാമിലി പാന്തർ ലിയോ, പാന്തർ ടൈഗ്രിസ്, പാന്തർ പാരഡസ്, ഫെലിസ് ഡൊമസ്റ്റിക്കസ്, ഈ 4 ഓർഗാനിസംസ് ഉള്ള ഫാമിലി ഫെലീഡേ എന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ രണ്ടാമതൊരു ഫാമിലി കനീഡേ. കനീഡയിൽ നമുക്ക് കാണാൻ സാധിക്കുക ഡോഗ്സ്, അതുപോലെ തന്നെ ഫോക്സ്, അതിനെയൊക്കെയാണ് നമുക്ക് ഈ കനീഡേ എന്ന ഫാമിലിയിൽ കാണാൻ സാധിക്കുക. അപ്പൊ ഈ ഫെലീഡയും കനീഡയും ഒരേ ഫാമിലിയാണ്. ഒരേ ഫാമിലി എന്ന് പറയാൻ കാരണം അവയുടെ ഭക്ഷണ രീതി ഏകദേശം ഒരേതാണ്. മാംസഭോജികൾ എന്ന് പറയാൻ സാധിക്കും. രണ്ടും മാംസം ഭക്ഷിക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ ഈ 2 ഫാമിലിയെയും നമ്മൾ കാർണിവോർ എന്ന ഓർഡറിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കാർണിവോർ, മാംസഭോജികൾ എന്ന ഓർഡറിലാണ് നമ്മൾ ഈ ഫെലീഡയും കനീഡയും ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോ ഓർഡർ എന്താണെന്ന് മനസ്സിലായി കാണും. It is the taxon that comprises similar and related family. ഇനി ഡിസ്കസ് ചെയ്യാനുള്ളത് 5ാമത്തെ ടാക്സോണമിക് കാറ്റഗറി ആയ ക്ലാസ്. ഇതിന്റെ നമുക്ക് നോക്കാതെ തന്നെ പറയാം, നമ്മള് ഓർഡർ കഴിഞ്ഞിട്ട് ഇപ്പൊ ക്ലാസ്സിലേക്ക് എത്തി. അപ്പോ ക്ലാസ്സിലുള്ളത് സിമിലർ ആയിട്ടുള്ള ഓർഡർ ഉള്ള ഓർഗാനിസംസിനെയാണ് നമുക്ക് ഈ ക്ലാസ് എന്ന ടാക്സോണമിക് കാറ്റഗറിയിൽ അല്ലെങ്കിൽ ടാക്സോണമിക് ഗ്രൂപ്പിൽ നമുക്ക് കാണാൻ സാധിക്കുക. എന്താണ്? സിമിലർ ആയിട്ടുള്ള ഓർഡർ ഉള്ള ഓർഗാനിസംസിനെയാണ് നമുക്ക് ക്ലാസ് എന്ന ടാക്സോണമിക് കാറ്റഗറിയിൽ കാണാൻ സാധിക്കുക. It is the taxonomic category that comprises similar and related order. സിമിലറും റിലേറ്റഡും ആയിട്ടുള്ള ഓർഡർ ഉള്ള ഓർഗാനിസംസിനെയാണ് നമുക്ക് ഈ ക്ലാസ്സിൽ കാണാൻ സാധിക്കുക. ഇതിലും നമുക്ക് എക്സാമ്പിൾ പറഞ്ഞ് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ കുറച്ച് ഓർഡേഴ്സ് ആണ് ഞാൻ ഇവിടെ താഴെ കൊടുത്തിരിക്കുന്നത്. അതൊന്ന് നമുക്ക് മനസ്സിലാക്കാം. കാർണിവോർ നമ്മൾ നേരത്തെ പറഞ്ഞ ഫെലീഡേ, പാന്തർ ലിയോ, ടിഗ്രിസ്, പാരഡസ്, പിന്നെ ഫെലിസ് ഡൊമസ്റ്റിക്കസ്, ഈ 4 ഫെലീഡേ എന്ന ഫാമിലി ഉള്ളതും പിന്നെ കനീഡേ എന്ന ഫാമിലി ഉള്ളതും നമ്മൾ ചേർന്ന് നമ്മൾ കാർണിവോറ എന്ന ഓർഡർ പറഞ്ഞു. അപ്പൊ ഇത് കാർണിവോറ എന്നൊരു ഓർഡർ. പിന്നെ അങ്കുലേറ്റ, സെറ്റീഷ്യ, റൊഡന്റ, പ്രിമേറ്റ, അങ്ങനെ 1, 2, 3, 4, 5 ഓർഡറുകളാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഈ 5 ഓർഡറേയും നമ്മൾ ക്ലാസ് മമാലിയ എന്ന ഒരു ക്ലാസ്സിലേക്ക് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. ക്ലാസ് മമാലിയ എന്ന് പറഞ്ഞ മാമൽസ് ആണ്. എന്താണ് മാമൽസ്? പ്രസവിച്ച് മുലയൂട്ടാൻ കഴിവുള്ള ആൾക്കാരെയാണ്, പ്രസവിച്ച് മുലയൂട്ടാൻ കഴിവുള്ള ഓർഗാനിസംസിനെയാണ് നമ്മൾ മാമൽസ് എന്ന് പറയാം. അപ്പോ ക്ലാസ് മമാലിയയില് നമ്മൾ കാർണിവോറ, അങ്കുലേറ്റ, സെറ്റീഷ്യ, റൊഡന്റിയ, പ്രിമാറ്റ, അങ്ങനെ ഈ 5 ഓർഡറുകളെയും നമ്മൾ ഉൾപ്പെടുത്തി. അപ്പോ സിമിലർ ആണ്, ഈ 5 സിമിലർ ആണ്, റിലേറ്റഡ് ആണ്. അപ്പൊ സിമിലറും റിലേറ്റഡും ആയിട്ടുള്ള ഈ 5 നമ്മുടെ ക്ലാസ് മമാലിയ എന്ന ക്ലാസ്സിലേക്ക് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. ഇനി ഡിസ്കസ് ചെയ്യാനുള്ളത് 6ാമത്തെ ടാക്സോണമിക് കാറ്റഗറി ആയ ഫൈലം. ഡെഫിനിഷനും ഇതിൽ തന്നെ നമുക്ക് പറയാൻ സാധിക്കും. ഇതിനു മുമ്പ് നമ്മൾ എന്താണ് പഠിച്ചത്? ക്ലാസ് ആണ്. അപ്പോ സിമിലർ ആയിട്ടുള്ള ക്ലാസ് ഉള്ള ഓർഗാനിസംസിനെയാണ് നമുക്ക് ഫൈലം എന്ന ടാക്സോണമിക് കാറ്റഗറിയിൽ കാണാൻ സാധിക്കുക. It is the taxonomic category that comprises similar and related classes. സിമിലറും റിലേറ്റഡും ആയിട്ടുള്ള ക്ലാസസ് ഉള്ള ഓർഗാനിസംസിനെയാണ് നമുക്ക് ഫൈലം എന്ന ടാക്സോണമിക് കാറ്റഗറിയിൽ കാണാൻ സാധിക്കുക. അപ്പോ മമാലിയ, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ മമാലിയ അതൊരു ക്ലാസ് ആണ്. അപ്പൊ മമാലിയ എന്ന ക്ലാസ്സുമായിട്ട് സിമിലർ ഉള്ള വേറെ ഏതെങ്കിലും ഒരു ക്ലാസ് ചേർന്നാൽ അതൊരു ഫൈലമായി. അപ്പൊ അതിനുള്ള ഒരു എക്സാമ്പിൾ ആണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഫൈലം കോഡേറ്റ എന്ന ഫൈലത്തില് ആംഫീബിയ എന്ന് പറഞ്ഞാൽ കരയിലും വെള്ളത്തിലും ജീവിക്കുന്ന വേണം നമ്മൾ ആംഫീബിയ എന്ന് പറയാം. അപ്പൊ ആംഫീബിയ, പിന്നെ റെപ്റ്റീലിയ, ഉരകജീവികള്, റെപ്റ്റീലിയ, പിന്നെ എയ്ഡ്സ് നമ്മുടെ ബേർഡ്സ്, പിന്നെ മാമൽസ്, മുലയൂട്ടാൻ കഴിവുള്ള ഓർഗാനിസംസ്. അപ്പോ ഈ 4 ക്ലാസ് സെയിം ആയതുകൊണ്ട് ഇവയെ നമ്മൾ ഫൈലം കോഡേറ്റ എന്ന ടാക്സോണമിക് ഗ്രൂപ്പില് അല്ലെങ്കിൽ ടാക്സോണമിക് കാറ്റഗറിയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്.
അപ്പോൾ ഫൈലം എന്താണ്? ഇറ്റ് ഈസ് ദ ടാക്സോണമിക് കാറ്റഗറി ദാറ്റ് കംപ്രൈസസ് സിമിലർ ആൻഡ് റിലേറ്റഡ് ക്ലാസസ്. സിമിലറും റിലേറ്റഡും ആയിട്ടുള്ള ക്ലാസസ് ഉള്ള ഓർഗാനിസംസിനെയാണ് നമ്മൾ ഫൈലം എന്ന ടാക്സോണമിക് ഗ്രൂപ്പിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഏറ്റവും അവസാനത്തെയും നമുക്ക് ചുറ്റും കാണുന്ന എല്ലാ ജീവജാലങ്ങളും ഉൾപ്പെടുന്ന ഏറ്റവും ഹയസ്റ്റ് ടാക്സോണമിക് കാറ്റഗറി ആയ കിങ്ഡം. അപ്പൊ ഹയസ്റ്റ് ടാക്സോണമിക് കാറ്റഗറി ഏതാണെന്നൊക്കെ ചോദിച്ചാൽ നമുക്ക് പറയാം കിങ്ഡം. അപ്പൊ നമ്മുടെ ഈ കിങ്ഡത്തിൽ നമുക്ക് കാണാൻ സാധിക്കുക ഹയസ്റ്റ് ടാക്സോണമിക് കാറ്റഗറി ദാറ്റ് ഇൻക്ലൂഡ്സ് ഓൾ അനിമൽ ഫൈല. എല്ലാ അനിമൽ ഫൈലയും ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടുള്ള സിമിലർ ആയിട്ടുള്ള എല്ലാ അനിമൽ ഫൈലത്തെയും നമുക്ക് ഈ കിങ്ഡം എന്ന ഹയസ്റ്റ് ടാക്സോണമിക് കാറ്റഗറിയിൽ കാണാൻ സാധിക്കും. It is the taxonomic category that comprises or that includes all animal phyla. എല്ലാ അനിമൽ ഫൈലയും ഉൾപ്പെടുന്ന ടാക്സോണമിക് കാറ്റഗറിയാണ് നമ്മുടെ കിങ്ഡം. എക്സാമ്പിൾ ആയിട്ട് പറയാൻ സാധിക്കും ഓരോ ഫൈലമാണ്. ഫൈലം പൊരിഫറ, ഫൈലം നിഡീറിയ, ഫൈലം പ്ലാറ്റിഹെലിമെന്റസ്, ഫൈലം മൊള്ളൂസ്ക, ഫൈലം കോഡേറ്റ എക്സെട്ര. നമ്മൾ നേരത്തെ പറഞ്ഞ ഫൈലം കോഡേറ്റ. ഇതൊക്കെ നമ്മുടെ കിങ്ഡത്തിനുള്ള അല്ലെങ്കിൽ ഫൈലങ്ങൾ ചേർന്നിട്ട് ഉണ്ടാവുന്ന ഓർഗാനിസംസ് ഉള്ള കിങ്ഡത്തിനുള്ള എക്സാമ്പിൾസ് ആണ് ഇതൊക്കെ. ഫൈലം പൊരിഫറ, നിഡീറിയ, പ്ലാറ്റിഹെലിമെന്റസ്, മൊള്ളൂസ്ക, കോഡേറ്റ. ഇവയെല്ലാത്തിനെയും നമുക്ക് കിങ്ഡം എന്ന ഏറ്റവും അവസാനത്തെയും ഏറ്റവും വലുതായ ടാക്സോണമിക് കാറ്റഗറിയിൽ നമുക്ക് ഉൾപ്പെടുത്താൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തത് ടാക്സോണമിക് കാറ്റഗറി നമ്മുടെ പ്ലാന്റ്സിന്റെയും അനിമൽസിന്റെയും പിന്നെ പ്ലാന്റ്സിന് ചെറിയൊരു വ്യത്യാസം, ക്ലാസിന് പകരം ഡിവിഷൻ എന്ന് മാറ്റിയാൽ മാത്രം മതി. അപ്പോൾ ടാക്സോണമിക് കാറ്റഗറിയെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇത്രയും നേരം നമ്മൾ നോക്കി. സ്പീഷീസ്, ജീനസ്, ഫാമിലി, ഓർഡർ, ക്ലാസ്, ഫൈലം ആൻഡ് കിങ്ഡം, ഇത്രയും ടാക്സോണമിക് കാറ്റഗറിയെ പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കി. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് നമ്മുടെ ചാപ്റ്ററിലെ അവസാനമായിട്ടുള്ള ഒരു ചെറിയൊരു പോർഷൻ അല്ല, കുറച്ച് വലുത് ആയിട്ടുള്ള ഒരു പോർഷൻ ആണ് ടാക്സോണമിക്കൽ എയ്ഡ്സ് എന്നൊരു പോർഷൻ ആണ് നമുക്ക് ഇനി ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇത്രയും നേരം നമ്മൾ ടാക്സോണമി പഠിച്ചു. അപ്പോൾ ടാക്സോണമിക്ക് പല തരത്തിലുള്ള ശേഖരണങ്ങൾ, പല തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് വേണം. കാരണം ചുമ്മാ കയറി പഠിക്കുക എന്ന് പറഞ്ഞാൽ പറ്റില്ല. അവയ്ക്ക് കുറെ ഇൻഫർമേഷൻസ് വേണം. മുമ്പ് കണ്ടുപിടിച്ച ആൾക്കാർ എന്തൊക്കെ കണ്ടുപിടിച്ചു അതൊക്കെ നമ്മൾ റെഫർ ചെയ്ത് പിന്നെ നമുക്ക് നേരിട്ട് കണ്ടുപഠിക്കുക. അങ്ങനെ പല തരത്തിലുള്ള സഹായങ്ങൾ നമുക്ക് ഈ ടാക്സോണമി എന്നത് പഠിക്കാനായിട്ട് നമുക്ക് വേണം. അപ്പോൾ ഈ ടാക്സോണമിക്കൽ എയ്ഡ്സിൽ വ്യക്തമാക്കുന്നത് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ടാക്സോണമി പഠിക്കാനായിട്ട് എന്തൊക്കെ സഹായങ്ങൾ ഉണ്ട് എന്ന കാര്യമാണ് നമ്മുടെ ഈ ടാക്സോണമിക്കൽ എയ്ഡ്സിൽ നമ്മൾ വ്യക്തമാക്കുന്നത്. എന്തൊക്കെ മെറ്റീരിയൽസ് ഉണ്ട് അല്ലെങ്കിൽ എന്തൊക്കെ ഓർഗാനിസംസ് ഉണ്ട് നമുക്ക് ഈ ക്ലാസിഫൈ ചെയ്യാനും ഐഡന്റിഫൈ ചെയ്യാനും നോമിനിക്ലേച്ചർ ചെയ്യാനും ഡോക്യുമെന്റേഷൻ ചെയ്യാനുമായിട്ട് എന്തൊക്കെ ഓർഗാനിസംസ് ഉണ്ട് അല്ലെങ്കിൽ എന്തൊക്കെ മെറ്റീരിയൽസ് ഉണ്ട് അല്ലെങ്കിൽ എന്തൊക്കെ തിങ്സ് ഉണ്ട് എന്ന കാര്യമാണ് നമുക്ക് ടാക്സോണമിക്കൽ എയ്ഡ്സ് എന്ന പോർഷനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് ഉള്ളത്. അപ്പോൾ ആ ടാക്സോണമിക്കൽ എയ്ഡ്സ് എന്ന ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇത്ര നേരം പറഞ്ഞ കാര്യങ്ങൾക്ക് നോട്ട്സ് വല്ലതും ആവശ്യമുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ ഇട്ടാൽ മതി. ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ട്സ് അയച്ചു തരാം. ഒന്നുകൊണ്ടും പേടിക്കേണ്ട, വളരെ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. പക്ഷെ കൂടുതലായിട്ടും വൺ വേർഡ് ആണ് സാധ്യത കൂടുതലായിട്ടും ഈ ചാപ്റ്ററിന് വരാൻ ഉണ്ടാവുക. അപ്പൊ എന്തായാലും എല്ലാവരും ഡീറ്റെയിൽ ആയിട്ട് നോക്കുക. അപ്പോൾ ഇനി നമുക്ക് ടാക്സോണമിക്കൽ എയ്ഡ്സ് എന്ന ഭാഗം അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. എല്ലാവർക്കും താങ്ക് യു.